Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. നമ്മളിന്ന് എടുക്കുന്നത് പാർട്ട് 4 ആണ് കേട്ടോ. പാർട്ട് 4 യൂണിറ്റ് 1 സ്കൂൾ മാനേജ്മെന്റ്. Good morning, ma'am. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാനിവിടെ സ്ലൈഡ് എടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങള്? Yes, ma'am. Kandu. കണ്ടല്ലേ? ഓക്കെ. ആദ്യം ആ ഒരു പേജ് ഒന്ന് മൈൻഡിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്തോ? വായിച്ചു കഴിഞ്ഞപ്പോ എന്താ മനസ്സിലായി നിങ്ങൾക്ക്? ഇതിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ പറയുന്നത്. School management in the സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്, സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് സ്കൂളിന്റെ പ്രവർത്തനം, അവിടുത്തെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻട്രോ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. അതായത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാല് എല്ലാ ആളുകളും, അതായത് ടീച്ചേഴ്സ് ആകുന്ന ഒട്ടുമിക്ക ആളുകളും ഗ്രാജുവേറ്റ് ആണ് അല്ലെ. ഗ്രാജുവേറ്റും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ ചെല്ലുന്നത്. അപ്പോ ഇവർക്ക് കേവലം അവരുടെ സബ്ജക്റ്റ് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ആ ഒരു സ്കൂളിന്റെ
എന്താ പറയാ സ്കൂൾ മാനേജ് ചെയ്യേണ്ട രീതിയെ കുറിച്ച് എന്ത് ചെയ്യാണ്, അവർക്ക് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സബ്ജക്ട് മാത്രമല്ല, അതായത് കുട്ടികളെ സബ്ജക്ട് മാത്രമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ആ സ്കൂളിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സ്കൂളിലെ അധികൃതര് ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്നിരുന്നാലും ഒരു ഡിഗ്രി എങ്കിലും ഉണ്ടാവും അല്ലെ, ബേസ് ആയിട്ട്. ഇപ്പോ വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഡിഗ്രി എങ്കിലും എന്തായാലും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവരെ കാത്ത് സ്കൂൾ ഇരിക്കുന്നത് ഈ ഒരു സ്കൂളിന്റെ അധികമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് KG ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് പ്രീ പ്രൈമറിയിൽ, അതായത് KG ലെവലിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അവര് എന്താ പറയാ ക്ലാസ് റൂമില് കർശനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ടൈം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇല്ല. നമുക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നഴ്സറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരും അതുപോലെ തന്നെ UP, അതുപോലെ തന്നെ ഹൈസ്കൂൾ, സെക്കൻഡറി അങ്ങനെ വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരെക്കാൾ അപേക്ഷിച്ച് കുറച്ച് ജോലി കൂടുതലായിരിക്കും അല്ലെ. കാരണം അവർക്ക് ആ ഒരു സബ്ജക്ട് മാത്രമല്ല, ഇപ്പൊ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അതിന് സാരമുള്ള കാര്യമല്ല അല്ലെ, കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടുതലുള്ള ജോലിയാണ്. മറ്റു ക്ലാസ്സുകളിൽ നമ്മൾ പോകുമ്പോൾ ഒരു വിഷയം മാത്രം പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ മതി. പക്ഷെ KG കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവൺ അവരുടെ ഭക്ഷണക്രമം പോലും, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് പോലും നമ്മൾ വളരെ എന്താ പറയാ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട്. അപ്പോ അവർക്കെന്ന് പറഞ്ഞാല് എന്താ പറയാ റെസ്റ്റ് ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണെന്നാണ് പറയുന്നത് KG ടീച്ചേഴ്സിന്. കാരണം ഏത് സമയവും കുട്ടികളുടെ കൂടെ എന്ത് ചെയ്യണം, ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അവരിരിക്കണം. മറ്റു ടീച്ചേഴ്സ് അങ്ങനെയല്ല, അവർക്ക് റെസ്റ്റ് ടൈം ഒക്കെ ധാരാളം കിട്ടും. അവർ പഠിപ്പിക്കുന്ന വിഷയം ഏതാണോ അത് പഠിപ്പിച്ചിട്ട് തിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നാൽ മതി. വേറെ ഉത്തരവാദിത്വം അവിടെ വരുന്നില്ല അധികമായിട്ട്. എന്നിരുന്നാലും ഈ KG ടീച്ചേഴ്സിനാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ KG ടീച്ചേഴ്സിനായാലും എന്താ പറയാ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് പങ്കാളികളാക്കാനുള്ള ഒരു എന്താ പറയാ ടെൻഡൻസി സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് കണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് പലതരത്തില് തിരിക്കാവുന്നതാണ്. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഓഫീസ് മെയിൻ്റനൻസ്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്, ഡിസിപ്ലിൻ മെയിൻ്റനൻസ്, പാർട്ട്-ടൈം ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. എന്നിട്ട് ആദ്യം വരുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ക്ലാസ് റൂം മാനേജ്മെന്റ് ഒന്ന് ആർക്കെങ്കിലും പറയാമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ് റൂമിന്റേതായിട്ടുള്ള മാനേജ്മെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക? ഡിസിപ്ലിൻ നോക്കും. സ്റ്റുഡൻസിന്റെ എല്ലാ അറ്റൻഡൻസും പിന്നെ കുട്ടികളുടെ ഹെൽത്തിന്റെ കാര്യങ്ങള്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യും. എന്താണ് സഹദൂന? ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. കുട്ടികൾ അന്നുള്ള പോർഷൻസ്, കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ഏതെങ്കിലും കുട്ടികൾ വരാത്തുണ്ടെങ്കിൽ അറ്റൻഡൻസ്, അതുപോലെ തന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടോ, ഏതെങ്കിലും ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ. ഓക്കെ, ശരിയാണ് സഹദൂന പറഞ്ഞു തന്നാൽ ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് പോയിന്റ് ആയിട്ടൊന്ന് എഴുതി വെക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കേട്ടോ. ആദ്യം പറയുന്നത് സീറ്റിംഗ് ആണ്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ ആദ്യം വരുന്നത് കുട്ടികളുടെ ഇരിപ്പിടമാണ് അല്ലെ. ബെഞ്ചും ഡെസ്കും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, അവരുടെ പൊസിഷൻ എവിടെയാണ് അവരുടെ സ്ഥാനം വരുന്നത് അവിടെ അവരെ കറക്റ്റ് ആയിട്ട് ഇരുത്തണം. അപ്പൊ ഫസ്റ്റ് വൺ സീറ്റിംഗ് കേട്ടോ. ഒന്ന് എഴുതിയെടുക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. സീറ്റിംഗ് ആദ്യം ക്ലാസ് റൂം മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഇരിപ്പിടത്തെ കുറിച്ചിട്ടാണ്. വ്യക്തമായിട്ട് അവർക്ക് ഇപ്പൊ ആദ്യമായിട്ട് നമ്മുടെ സ്കൂളില് കുട്ടികളൊക്കെ 1ാം ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ ആദ്യം എന്താ ചെയ്യുക, അവരുടെ പൊസിഷനിൽ എവിടെയാണോ അവരുടെ സ്ഥാനം അവിടെ കൊണ്ട് നിർത്തുകയാണ് ചെയ്യുക അല്ലെ. ഇരുത്തി കഴിഞ്ഞിട്ടാണ് എന്ത് പറയാ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ. പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്ന ആദ്യം കുട്ടികളെ ഇരുത്തിയിട്ടാണ്. സീറ്റിംഗ്. രണ്ടാമത്തത് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഡിസിപ്ലിൻ വരുന്നുണ്ട്.
ഡിസിപ്ലിൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതായത് ഓരോ കുട്ടികൾക്കും ഓരോരുത്തരുടേതായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം. എല്ലാവർക്കും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം, എന്നിരുന്നാൽ കൂടിയും ഓരോ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. അടുത്തത് ഗ്രൂപ്പ് വർക്ക് കേട്ടോ. ഗ്രൂപ്പ് വർക്ക് ക്ലാസ് റൂം മാനേജ്മെന്റില് ഗ്രൂപ്പ് വർക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ. കുറേയധികം കുട്ടികളെ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ ടീച്ചർമാർ കൊടുക്കാറുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് വർക്ക്. Then usage of resources. Usage of resources. Usage of resources. എന്താണ് യൂസേജ് ഓഫ് റിസോഴ്സസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യൂസേജ് ഓഫ് റിസോഴ്സസ് എന്താണ്? യൂസേജ് ഓഫ് റിസോഴ്സസ് പാഠഭാഗങ്ങളിലുള്ളത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരാള് പറയാ, അഖില പറയൂ, എന്താണ് റിസോഴ്സസ് ഇവിടെ? നമ്മൾ ഓരോ ലെസൺ എടുക്കുമ്പോഴേ അതിന് ഓരോ ഉപകരണങ്ങൾ എന്തെങ്കിലും ഒരു സഹായിക്കാൻ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ആണ്, ബ്ലാക്ക് അങ്ങനെയുള്ള ബ്ലാക്ക് ബോർഡ് ക്ലാസ് റൂമിൽ അവൈലബിൾ ആകുന്ന അത് ബ്ലാക്ക് ബോർഡ് ആകാം, അല്ലെങ്കിൽ എന്താ പറയാ ചോക്ക് ആകാം, അല്ലെങ്കിൽ മാർക്കർ ആവാം, അല്ലെങ്കിൽ വൈറ്റ് ബോർഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കുകള്, നോട്ട് ബുക്കുകള്, ടീച്ചർ കൊണ്ടുവരുന്ന പേന, ഇതൊക്കെ നമുക്ക് റിസോഴ്സസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ് കേട്ടോ. യൂസേജ് ഓഫ് റിസോഴ്സസ്. അടുത്തത് ടൈം ടേബിൾ ആണ്. ക്ലാസ് റൂം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അടുത്തത് പറയാനുള്ള ടൈം ടേബിൾ ആണ്. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും അല്ലെ. നമുക്കറിയാം നമ്മളൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞവരാണ്, അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഫോളോ ചെയ്തിരുന്നത് അതുപോലെ തന്നെയുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പോഴും. ഓരോ പീരീഡ് ഉണ്ട്, ഓരോ പീരീഡിലും ഓരോ സബ്ജക്ട് ഉണ്ട്. ആ സബ്ജക്റ്റിൻ്റെതായിട്ടുള്ള ടീച്ചേഴ്സ് വന്നിട്ട് ആ ഒരു സബ്ജക്ട് എടുത്ത് പോവുക ചെയ്യുക. അപ്പൊ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ടൈം ടേബിള്. ക്ലാസ് റൂം നോംസ്. ക്ലാസ് റൂം നോംസ്. നോംസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ എന്നാണ് കേട്ടോ. നിയമങ്ങൾ, അതായത് ക്ലാസ് റൂമിൻ്റെതായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. അതായത് ഡിസിപ്ലിൻ പാലിക്കണം, സൈലന്റ് ആയിട്ടിരിക്കണം, അടങ്ങി എന്താ പറയാ അടങ്ങി അവരവരുടെ സ്ഥാനത്തിരിക്കുക, ഒച്ചവെക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് ആയിട്ട്. അപ്പോ ക്ലാസ് റൂം നോംസ് വരും. ടീച്ചേഴ്സ് മൂവ്മെന്റ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ടീച്ചർ വന്ന് ഒരു സബ്ജക്ട് പഠിപ്പിക്കുമ്പോൾ വെറുതെ അവിടെ നിന്നായിരിക്കില്ല ചിലപ്പോൾ പറയുന്നത് അല്ലെ. ടീച്ചർ എന്ത് ചെയ്യും? ഓൾ റൗണ്ട് അവിടെ ഇങ്ങനെ ചുറ്റി നടക്കും അല്ലെ. അതായത് കുട്ടികളെയൊക്കെ നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലാസ് റൂമിൽ മൊത്തം നടന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, ടീച്ചർ പഠിക്കുക. അപ്പൊ ടീച്ചറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ടീച്ചർ മൂവ്മെന്റ്. നമ്മളൊരു ക്ലാസ് റൂമിൽ നിന്ന് ചില സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളില്. അപ്പൊ അവിടെ ചെയർ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോ കുട്ടികളുടെ അടുത്തും എത്തണം. അതവിടെ എന്താ എപ്പോഴും അങ്ങനെ ചെക്കിങ്ങിന് വരും. അവിടുത്തെ മാനേജ്മെന്റ് അവര് ചെക്കിങ്ങിന് വരും. ഏത് കുട്ടികളെ അവിടെ ഇരുത്തി നമ്മളവിടെ ചെയറിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയറിൽ ഇരുന്ന് ക്ലാസ് എടുക്കുക, അതൊക്കെ ഒരു ബ്ലാക്ക് മാർക്ക് അങ്ങനെ വീഴും ടീച്ചേഴ്സിന്. അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെയുണ്ട് അല്ലെ. ശരിയാണ് പറഞ്ഞത്. അഖില പറഞ്ഞത് ശരിയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അവരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അങ്ങനെ ചുറ്റി നടക്കുക. ശരിക്കും പറഞ്ഞാല് ചില ടീച്ചേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇരുന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. അവര് ആദ്യം ക്ലാസ് റൂമിലേക്ക് വരും, ഒരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണോ പറയും. ശേഷം അവർ ചെയറിലിരിക്കും. അവരുടെ ടേബിളില് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് അവര് പഠിപ്പിക്കാനായിട്ട് തുടങ്ങും. വെറുതെ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിക്കുക, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അങ്ങനെ പഠിപ്പിക്കാനായിട്ട് പാടില്ല. കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ
ചുറ്റും കുട്ടികളെ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പ്രിപ്പറേഷനും ഇതിനകത്ത് വലിയൊരു ഘടകമാണ് കേട്ടോ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ബൈഹാർട്ട് പറഞ്ഞ് ഇങ്ങനെ നടന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റുക. പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ ആ നോട്ട് ബുക്ക് നോക്കി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതൊന്ന് വായിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഒന്നും ഇനീറ്റ് ബ്ലാക്ക് ബോർഡിൽ എന്തെങ്കിലും എഴുതാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും മുതിരില്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സാണ്. ഇപ്പൊ ഞാൻ ചില സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ചെയർ ഇടാറില്ല അവര്. ഇപ്പൊ അഖില പറഞ്ഞ പോലെ തന്നെ ചെയർ അവരിടില്ല. നമുക്കൊന്ന് ഇരിക്കണമെന്ന് തോന്നിയാൽ പോലും ഇരിക്കാൻ പറ്റില്ല. 3 മണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഓൾറൗണ്ട് ചുറ്റിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പഠിപ്പിക്കുക. പിന്നെ നമ്മൾ ബോർഡ് ഉപയോഗിക്കും. ബോർഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ബോർഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ശ്രദ്ധ ആ ബോർഡിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ ആ ബോർഡിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അതിനകത്തോട്ട് അറ്റൻഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. അപ്പൊ കുറച്ച് ചില ടീച്ചേഴ്സിന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് അങ്ങനെയൊക്കെ നടന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട്. അതായത് സ്കൂളിൽ പക്ഷെ അത്രയും ടൈം വരുന്നില്ല. ഞാൻ എന്റെ ടൈമാണ് പറഞ്ഞത്. സ്കൂളിലൊന്നും അത്ര ടൈം വരുന്നില്ല. കാരണം സ്കൂളിലൊക്കെ വെറും 1/4 മണിക്കൂർ മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ പഠിപ്പിക്കുന്നതിന്. പിന്നെ നമ്മുടെ KG ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവർക്ക് കുറച്ച് പണി കൂടുതലാണ്. കാരണം അവർക്ക് ഇരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. കുട്ടികളെ തന്നെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇരുന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അതിനോട് അത്ര യോജിപ്പ് എനിക്കില്ല. നിങ്ങളും ഭാവിയിൽ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുത്ത് അവരെ ഒബ്സർവ് ചെയ്ത് അവരെന്തൊക്കെയാണ് എഴുതുന്നത് നമുക്ക് ചെന്ന് നോക്കാമല്ലോ. നമ്മളൊന്ന് ചുറ്റിയടിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ചെന്ന് നോക്കാം അവരെന്തൊക്കെയാണ് എഴുതുന്നത്, അവരുടെ ബുക്കിൽ എന്താണെന്ന്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞ് അത് തിരുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ നേരത്തെ പറഞ്ഞായിരുന്നു, യൂസേജ് ഓഫ് ബ്ലാക്ക് ബോർഡ് ചാർട്ട്. അതായത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഠനം പലതരത്തിലുണ്ട് അല്ലെ. അതായത് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വിഷ്വലൈസിംഗ് ആൻഡ് പ്രസന്റേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ പഠിപ്പിക്കുന്നതിന് പലതരം മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും എന്താ പറയാ അതൊന്ന് വായിച്ച് അല്ലെങ്കിൽ അത് പഠിച്ച് എക്സാമിന് എഴുതാൻ എന്താ പറയാ അവര് റെഡി ആയിട്ടിരിക്കുക. ചിലവർക്ക് മൈൻഡിൽ റീഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. മൈൻഡിൽ റീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് കിട്ടുന്നതായിരിക്കും. ചിലർക്ക് ഉറക്കെ വായിച്ച് എന്താ പറയാ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അതാണ് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. ഇനി ചിലവർക്കാണെങ്കിൽ 2-3 തവണ വായിച്ച് ഒന്ന് എഴുതി നോക്കുന്നതായിരിക്കും ഇഷ്ടം. എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പോയിന്റുകൾ മുഴുവൻ അവരുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും. അപ്പോ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചാർട്ടുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ബ്രെയിനില് ഈ ഒരു കാര്യം അവരിപ്പോ ഒരു കാര്യം പഠിപ്പിച്ചു, എന്തെങ്കിലും ഒരു സബ്ജക്ട് ഒരു വിഷയം എടുക്കുക, ഒരു ടോപ്പിക് എടുക്കുക. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ആ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ കുട്ടി മറന്നുപോകും. ഒരു 3/4 മണിക്കൂറാണ് പീരീഡ് ടൈം എങ്കിൽ ആ 3/4 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ പകുതി എന്ത് ചെയ്യും, കുട്ടി മറന്നു പോകുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, അവരുടെ മെമ്മറിയിൽ ഇത് കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചാർട്ട് പേപ്പറുകൾ ഉപയോഗിക്കാം അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ 1 മുതൽ 10 വരെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതായത് ആ നമ്പർ കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ 1 എന്ന് പറയുന്ന ആ ഒരു നമ്പറിന്റെ നേരെയായിട്ട് എന്ത് ചെയ്യാം, ഒരു ആപ്പിൾ നേട്ടാം അല്ലെ. ഇനി 2 എന്ന് പറയുന്ന നമ്പറിന്റെ നേരെയായിട്ട് 2 മാംഗോസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ വരച്ച് അതിന് കളർ കൊടുത്ത് കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് ഒരിക്കലും മറക്കില്ല. നമ്മൾ 1, 2, 3, 4 എന്നിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം മറിച്ച് ഇങ്ങനെയുള്ള ചാർട്ടുകളിലൂടെയോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. അത് നമ്മൾ പഠിപ്പിക്കുന്ന ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ചാർട്ട് ഉപയോഗിക്കുക. ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രിപ്പറേഷൻ ആണ് ആവശ്യം അല്ലെ. നമ്മള് പഠിപ്പിക്കുന്നത് 3/4 മണിക്കൂർ ആണെങ്കിൽ കൂടിയും ആ ഒരു സമയം നമുക്ക് അധികം പെട്ടെന്ന് പോകും. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, 1 മണിക്കൂർ എന്ന് പറയുന്നത് പെട്ടെന്ന് പോകും. പക്ഷെ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ തലേ ദിവസം 3-4 മണിക്കൂർ എടുത്തിട്ടായിരിക്കും അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പൊ ഒരു ടീച്ചർ എന്ന രീതിയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
തലേ ദിവസത്തെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും കൂടുതലും നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ നല്ല രീതിയിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യമൊക്കെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആദ്യമായിട്ട് ഇപ്പൊ എത്ര പേര് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ട്? മാം ഞാനുണ്ട്, ഞാനിപ്പോ സ്കൂളിലാണ്. ആ, ദീപ പോകുന്നുണ്ട്. സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നതാണോ? പോയി കഴിഞ്ഞു മിസ്, 1 മാസം എന്റെ ട്രെയിനിങ് കഴിഞ്ഞു. കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എളുപ്പമാണെന്ന് വിചാരിച്ചത്, പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളുടെ അവസ്ഥ മനസ്സിലായത്. കുട്ടികൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. കുട്ടികള് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. LKG സ്റ്റുഡൻസിനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. UKG സ്റ്റുഡൻസിന് പിന്നെയും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കാരണം അവര് എഴുതാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞിരുന്ന് എഴുതും. LKG സ്റ്റുഡൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയോ അവിടെ? ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. എന്താ പറയാ, പഠിപ്പിക്കണ രീതിയായാലും ആദ്യം നമുക്ക് തുടക്കത്തിൽ പോയ ഒരാളാണ് ഞാൻ. അപ്പൊ ലെസൺ പ്ലാനിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ചെന്നിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുപോലെ പഠിപ്പിക്കുന്ന രീതി, ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ചാർട്ട് പേപ്പർ ഒക്കെ കൊണ്ടുപോയി. പിന്നെ റൈംസ് കുറെ പഠിച്ചു ഞാൻ, ആക്ഷൻ സോങ്സ് പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അല്ലേ? ഓക്കെ. അതെ. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്, നാളെ നിങ്ങൾക്ക് ഇപ്പൊ ഇനി നിങ്ങൾ കുറെ കുട്ടികൾ ഇനിയും പോകും കുറച്ച് കഴിയുമ്പോൾ, അതായത് പഠിപ്പിക്കാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എന്ത് സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ എന്ത് ടോപ്പിക് ആണോ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ചാർട്ട് പേപ്പർ തയ്യാറാക്കാം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ കുട്ടികളുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യാൻ തക്ക വിധം എന്തെങ്കിലും ഒരു കാര്യം ആയിട്ട് കൊണ്ടുപോകുക. അവരത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു എന്താ പറയാ, സ്കൂളിൽ തന്നെ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവും. വെറൈറ്റി ആയിട്ട് ചെയ്യാൻ, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വെറൈറ്റി. എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പഠിപ്പിക്കാനിരിക്കുന്നത് നിൽക്കരുത്. എന്തെങ്കിലും വെറൈറ്റി, നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അതിന് ഉണ്ടായിരിക്കാം. അപ്പൊ ഒരിക്കലും അതാരും മറക്കുകയുമില്ല. ആ സ്കൂളിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വിളി വരുവാണ് കേട്ടോ. കാരണം കുട്ടികൾ ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യും. നല്ലൊരു ടീച്ചർ ആണെങ്കിൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യും അവരെ, ഞങ്ങൾക്ക് ആ ടീച്ചറെ പഠിപ്പിച്ചാൽ മതി എന്നുള്ളൊരു ഡിമാൻഡ് അവിടെ വരും. അപ്പോ സ്കൂൾ അധികൃതര് വീണ്ടും എന്ത് ചെയ്യും, നിങ്ങളെ വിളിക്കും കേട്ടോ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യുക. ഇതിനുള്ള പ്രസന്റേഷനിലൂടെ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. നമുക്കിപ്പോ അനുഗ്രഹ പറഞ്ഞല്ലോ ചാർട്ടും മറ്റും ഒക്കെ ഉപയോഗിച്ചു. അപ്പോ നമ്മൾ തലേ ദിവസം തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം അത് അവതരിപ്പിക്കുക. ഓക്കെ. വേറെ ആരാണ് പോകുന്നത് ടീച്ചിങ് പ്രാക്ടീസിന്? വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ? 2 പേരെ പോയിട്ടുള്ളൂ, ദീപയും അനുഗ്രഹയും. മാം, ഈ ക്ലാസ്സിലുള്ള 10 പേര് ഇപ്പൊ ട്രെയിനിങ്ങിന് പോയേക്കണവരാ. അതാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത. ഗ്രൂപ്പിൽ വരുന്നുണ്ട് 10 പേര്. ആൽഫിയ പോയി? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് മിസ്സേ. അപ്പൊ അതില് 10 പേര് പോയേക്കണവരാണ്. അതുകൊണ്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. ഓ, അങ്ങനെയാണല്ലേ. 10 പേര് പോയപ്പോഴാണ്. അപ്പൊ അവരൊക്കെ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടാവും അല്ലേ? സംശയങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. നല്ല കാര്യം. മാം, ഞാൻ ഇന്നിപ്പോ 3 ദിവസമായുള്ളൂ വന്നിട്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ HMന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ 10:30 തൊട്ട് ഇങ്ങനെ 1 മണിക്കൂർ എനിക്ക് സമയം തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ എന്റെ കുട്ടികള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ, സെന്റ് അഗസ്റ്റിൻസ് കല്ലൂർക്കാട് സ്കൂളിലാണ് കിട്ടിയേക്കുന്നത്. അവിടെ UKGയില്. ഞാൻ 15 ദിവസം തന്നെ എടുത്തേക്കണേ. ഇന്നിപ്പോ 3 ദിവസമായുള്ളൂ വന്നു തുടങ്ങിയിട്ട്. കുഴപ്പമൊന്നുമില്ല, കുട്ടികളൊക്കെ നല്ല സ്നേഹമാണ്, നന്നായിട്ട് പോകുന്നു. എനിക്ക് ടീച്ചറുണ്ടല്ലോ, ക്ലാസ്സിലുള്ള ടീച്ചറൊക്കെ ആണേലും നന്നായിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരും ഒക്കെ ചെയ്യും കേട്ടോ. എല്ലാം കൊണ്ടും നല്ല സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷാ. എനിക്ക് ഇവരുമായിട്ടൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോഴത്തേനും അങ്ങ് പോയി കഴിയുമ്പോ ഭയങ്കര ഒരു വിഷമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാം കുഞ്ഞു പിള്ളേരാണ്. എല്ലാവരും നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ എപ്പോഴും കയ്യിലൊക്കെ പിടിച്ച് തൂങ്ങി അങ്ങനെ കഥ പറഞ്ഞ് പാട്ടുപാടി അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇതാ കിട്ടുന്നത്. ഞാൻ ഇത്രയും നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത്. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ജോലിയുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാനൊരിതില്ല. ഇവരെപ്പോഴും ഇങ്ങനെ ടീച്ചറേ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പോഴും നമ്മുടെ ചുറ്റിനും ഉണ്ട്.
നല്ല രസമാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ പഠിക്കാൻ കുറെ കാര്യങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞുതരും. എല്ലാ ടീച്ചേഴ്സും നല്ല നല്ല ഇതാട്ടോ, നമ്മുടെ അടുത്ത് നല്ല പെരുമാറ്റമാണ്. നല്ല നല്ല ഇതായിട്ട് പോകുന്നു. അല്ലേ? നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. ശരിയാണ്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഉള്ളിലെ റിലേഷൻഷിപ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് മറക്കാനായിട്ട് സാധിക്കും. കുട്ടികളുമായിട്ട് നമ്മൾ കൂടിക്കലർന്ന് അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. പിന്നെ ധാരാളം ആളുകൾ കുറെ നാൾ വീട്ടിലിരുന്നിട്ട് പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ഭയങ്കരമായിട്ടൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ടീച്ചിങ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, then next one ഇവാലുവേഷൻ ആണ് കേട്ടോ. ഇവാലുവേഷൻ, ഓരോ കുട്ടികളെയും ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. അവരുടെ കുറവുകൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതൊന്ന് എന്താ പറയാ ടീച്ചർമാർക്ക് അറിയാലോ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇപ്പൊ നമുക്ക് മക്കളുള്ളതാണ്. അപ്പൊ നമ്മളെക്കാളും കൂടുതൽ ഇപ്പൊ പാരന്റ്സ് എന്ന രീതിയിൽ പാരന്റ്സിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അറിയാൻ പറ്റുന്നത്, അവരുടെ കുറവുകൾ എന്താണ്, അവരുടെ കഴിവുകൾ എന്താണെന്ന് അറിയാൻ പറ്റുന്നത് ടീച്ചർമാർക്ക്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ടീച്ചേഴ്സിനല്ലേ അറിയാൻ പറ്റുള്ളൂ, ആണോ? ശരിയാണോ? എങ്ങനെയാണ്? അതായത് കൂടുതൽ നേരം നമ്മളുടെ, അതായത് നമ്മളിപ്പോ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും അല്ലെ ധാരാളം. അപ്പൊ കുട്ടികളൊന്നും ചെറുത് ശ്രദ്ധിക്കാനോ അവരുടെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂൾ ടൈമിലാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരേ ടീച്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. ചില ടീച്ചർമാരുണ്ട്, കുട്ടികളോട് ചോദിച്ചു ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം, എന്തൊക്കെയാണ് നീ ഫുഡ് കഴിച്ചു, എന്തായിരുന്നു ഫുഡ്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ്, അവരുടെ മനസ്സിലൊന്നുമില്ല അല്ലെ. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യും, ടീച്ചർമാരോട് പറയും അല്ലെ. ഒന്നും ഒളിച്ചു വെക്കില്ല, എല്ലാ കാര്യങ്ങളും പറയും. അതിലൂടെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് കുട്ടിക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അവരെന്താണ് ബുദ്ധിമുട്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവാലുവേഷൻ കേട്ടോ. അതുപോലെ തന്നെ ഒബ്സർവേഷനും ഉണ്ട്. കുട്ടികൾ ഒബ്സർവ് ചെയ്യും ഓരോ കാര്യത്തിനും. കുട്ടികൾ എന്തൊക്കെയാണ്, അതായത് നല്ല നീറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടാണോ കുട്ടി വരുന്നത്, അതുപോലെ തന്നെ എന്താ പറയാ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കുട്ടി, അതുപോലെ തന്നെ ഹോംവർക്ക് ഒക്കെ ശരിയായിട്ട് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ടീച്ചർ ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ. ദെൻ അടുത്തത് ക്വസ്റ്റ്യനിങ് ആണ്. ചോദ്യം ചോദിക്കും അല്ലെ. അത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തുണ്ടാവും, ക്വസ്റ്റ്യനിങ് തീർച്ചയായും ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രസന്റേഷൻ. ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രസന്റേഷൻ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക, അത് പ്രസന്റ് ചെയ്യുക. ഓക്കെ, അതും ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ടീച്ചറും എന്ത് ചെയ്യാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, കുട്ടികളും എന്ത് ചെയ്യാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ലൈക്ക് ടീച്ചർ പറഞ്ഞിട്ട് കുട്ടികൾ വന്ന് എന്ത് ചെയ്യാം, അതേ കാര്യം തന്നെ ഇവിടെ അതായത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ബോഡി ലാംഗ്വേജ് ആണ് കേട്ടോ. ഓരോ കുട്ടിയുടെയും ബോഡി ലാംഗ്വേജ് ടീച്ചറിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ കുട്ടികളും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിച്ചതായിരുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അല്ലെ, ഓരോ ആളുകളും വ്യത്യസ്തരാണ്, ഓരോ ആളുടെ പേഴ്സണാലിറ്റിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതും ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ആണ്. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ എന്തൊക്കെയാണ് വരിക? മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ ഫസ്റ്റത്തെ 5 പോയിന്റ്സ് ഒന്നും പറയോ, എനിക്ക് കട്ടായി പോയായിരുന്നു. സീറ്റിംഗ് പറഞ്ഞു, ഡിസിപ്ലിൻ പറഞ്ഞു, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഗ്രൂപ്പ് വർക്ക്, യൂസേജ് ഓഫ് റിസോഴ്സസ്, ടൈം ടേബിള്, ക്ലാസ് റൂം നോട്ട്സ്, ടീച്ചേഴ്സ് മൂവ്മെന്റ്, use of blackboard charter, evaluation, observation, questioning, demonstration and presentation, then body language. എഴുതിയോ ആൽഫിയ?
അടുത്തത് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ എന്തൊക്കെയാ വരിക? എന്താണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്കൂളിന്റെ പരിസരവും അതൊക്കെയാണോ? പറഞ്ഞോളൂ പറയും നിങ്ങള്. തെറ്റായിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. തെറ്റായാലും ശരിയായാലും ഇവിടെ തുറന്നു പറയാം കേട്ടോ. നമ്മൾ സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്യണത് എങ്ങനെ, ക്ലാസ് റൂം മെയിൻറ്റെയിൻ ചെയ്യണതും അതിന്റെ റൂം മെയിൻ്റനൻസ് അല്ലെങ്കിൽ സ്കൂൾ മെയിൻ്റനൻസ് ആണ് വരുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും? ക്ലാസ് റൂം നീറ്റായിട്ട് അതിനൊക്കെ ശ്രദ്ധിക്കും. ക്ലാസ് റൂം നീറ്റ് ആയിട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ നീറ്റ് ആയിട്ട് ഇടുക, അത് വരും. പിന്നെ ബാഗും ബുക്സ്, ബാഗ്, ടിഫിൻ ബോക്സ് അതൊക്കെ നീറ്റ്ലി ആയിട്ട് സൂക്ഷിക്കുക, കീപ്പ് ചെയ്യുക. ശരിയാണ്. പിന്നെ മാം, കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാനുള്ള ബിൽഡിംഗ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നല്ല ഭിത്തി സംഭവങ്ങളൊക്കെ എന്തേലും ഇടിഞ്ഞാടാതെ ഓടൊക്കെ ഉള്ള സ്കൂളുകളുണ്ടല്ലോ, അപ്പൊ അത് താഴ്ചാടാതെ കുട്ടികൾക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക. പിന്നെ നിലത്തൊക്കെ ന്യൂസിലൊക്കെ കണ്ടില്ലേ, പാമ്പ് ഒരു കുഞ്ഞിനെ കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്കുള്ള ആ ഫ്ലോർ ഒക്കെ നല്ല നീറ്റ് ആയിരിക്കണം, ഹോളൊന്നും ഇല്ലാതെ, അങ്ങനെയൊക്കെ ആയിരിക്കും. ശരിയാണ്, ദീപാവലി പറഞ്ഞ ശരിയാണ് കേട്ടോ. കെട്ടിട പരിപാലനമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് എഴുതിയത് കേട്ടോ. ക്ലീൻ കോമൺ ഏരിയാസ്. ക്ലീൻ കോമൺ ഏരിയാസ്. സ്കൂളിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ഉണ്ട്, കോമൺ ആയിട്ട് വരുന്ന ഏരിയകളുണ്ട്, അതൊക്കെ ആദ്യം ക്ലീൻ ചെയ്തിടുക. അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ക്ലീൻ കോമൺ ഏരിയാസ്. രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കോളൂ കേട്ടോ. ഇൻസ്പെക്ടിങ്, റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനിങ്. ഇൻസ്പെക്ടിങ്, റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനിങ് electrical systems. Electrical systems. Electrical systems. Comma, plumbing. Comma, plumbing. Comma, elevators. Elevators. And all of the building system. And all of the building system. മിസ്റ്റർ പ്ലംബിംഗ് കഴിഞ്ഞ എന്തുവായിരുന്നു? എലവേറ്റേഴ്സ്. എലവേറ്ററുകളില്ലേ, എലവേറ്റേഴ്സ്. ലിഫ്റ്റ് ഒക്കെ വരും കേട്ടോ അതിനകത്ത്. ആൻഡ് ഓൾ ഓഫ് ദിസ് ബിൽഡിംഗ് സിസ്റ്റം. അതായത് സ്കൂളിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എന്തൊക്കെ വരും ഇതിനകത്ത്, അതായത് ഇലക്ട്രിക്കൽ സിസ്റ്റം അല്ലെ, അതായത് എന്താ പറയാ, വൈദ്യുതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ എന്താ പറയുക, ലൈറ്റ് വേണം, അതുപോലെ ഫാൻ വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കണം അല്ലെ. അപ്പോ അതിനെന്തെങ്കിലും എന്താ പറയാ തകരാറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുക. പ്ലംബിംഗ്, അതും എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. വെള്ളം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കണം. ദെൻ എലവേറ്റേഴ്സ്. ചില സ്കൂളുകളിൽ നമുക്ക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ, അതായത്
ഉപകരണ കെട്ടിടങ്ങൾ നമ്മൾ പറയില്ലേ, കുറേ അധികം എന്താ പറയാ നിലകളുള്ള സ്കൂളുകളുണ്ട്. അപ്പൊ അവിടെ കുട്ടികളൊക്കെ പോകുന്നത് ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം. അപ്പൊ അതിനെന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിൽഡിംഗ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി നമ്മൾ റിപ്പയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് repairing items. Repairing items. ചില ഐറ്റംസ് നമ്മൾ റിപ്പയർ ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഐറ്റംസിൽ വരിക? എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാവുക റിപ്പയറിംഗ് ഐറ്റംസ്? റിപ്പയറിംഗ് ഐറ്റംസിൽ എന്തൊക്കെ വരും? ഫാൻ വരും അല്ലെ? കേട്ടില്ല റെജീന, എന്താ പറഞ്ഞേ? ക്ലാസ് റൂമിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ റിപ്പയറിംഗ്, പ്ലംബിങ്ങില്, ബെഞ്ച് ഡെസ്ക് ഇരിക്കുന്ന ചെയറൊക്കെ, ചെയർ, ബ്ലാക്ക് ബോർഡ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എഴുതാം ബ്രോക്കൺ ഫർണിച്ചർ. പൊട്ടിയ ഫർണിച്ചർ ഒക്കെ ഉണ്ടല്ലോ, അത് ബെഞ്ച് വരാം, ഡെസ്ക് വരാം, പിന്നെ ചെയർ വരാം, ടേബിള് വരാം. അപ്പൊ അങ്ങനെയുള്ള, അതായത് നമ്മൾ ചില ക്ലാസ് റൂമിലേക്ക് ചെന്നാൽ നമ്മൾ കാണാറുണ്ട്, അതായത് അതിന് ഡാമേജ് വന്നിട്ട് ചിലപ്പോ കാലൊടിഞ്ഞിട്ടൊക്കെ എന്താണ് അത് മാറ്റിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാം. ദെൻ വിൻഡോസ്, ചില സ്കൂളിൽ പൊട്ടിയ ജനാലകളൊക്കെ ഉണ്ടാകും, ബ്രോക്കൺ ആയിട്ടുള്ള വിൻഡോസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുവാണെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഓക്കെ, കാരണം കുട്ടികള് അതില് അതിന്റെ അടുത്ത് ചെന്നിട്ട് ചിലപ്പോൾ ചില്ലൊക്കെയുള്ള ഗ്ലാസ് ആയിട്ടുള്ള വിൻഡോസ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾ അത് പിടിക്കാൻ, കുട്ടികളൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൈ മുറിയാനോ അല്ലെങ്കിൽ ചില്ല് കൈ മുറി കുത്തിക്കയറാനോ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ മേലധികാരി അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ തള്ളിക്കളയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അത് നമ്മൾക്കറിയാം നമ്മളത് തൊടില്ല അല്ലെ, പക്ഷെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് അത് അറിയില്ല, അവർക്ക് അത്രയും നമ്മുടെ അത്രയും എന്താ പറയാ ഇതില്ല, നോളജ് ഇല്ല അതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും ചില കുട്ടികൾ അത് കേൾക്കണം എന്നില്ല, അത് ചിലപ്പോൾ അവർ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കാര്യമാക്കണം എന്നില്ല. അവർ കളിക്കാനൊക്കെ ബ്രേക്ക് ടൈം ഒക്കെ കിട്ടുമ്പോൾ അവര് നേരെ വെന്റുവിന്റെ അടുത്തേക്ക് ആയിട്ട് പോകുന്നേ. അപ്പൊ എന്ത് ചെയ്യാം, മേലധികാരിയെ അത് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ പ്ലേ എക്യുപ്മെന്റ്, ബ്രോക്കൺ പ്ലേ എക്യുപ്മെന്റ്, അതായത് കുട്ടികൾ കളിക്കുന്ന ധാരാളം ഉപകരണങ്ങൾ ഉണ്ടല്ലോ. PG സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു കുറച്ച് സമയം എന്തായാലും അവരെ പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും എക്യുപ്മെന്റുകൾ? അവരുടെ പ്ലേ ഗ്രൗണ്ടിൽ എന്തൊക്കെ കാണാൻ പറ്റും എക്യുപ്മെന്റ്സ് ഒന്ന് പറഞ്ഞേ. സീസോ, സ്വിങ്, സീസോ കാണാൻ പറ്റും, സ്വിങ് കാണാൻ പറ്റും, പിന്നെ സ്ലൈഡ്, സ്ലൈഡ് കാണാൻ പറ്റും. എന്താ? ക്യൂബ്സ്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എക്യുപ്മെന്റുകൾ എന്ത് തന്നെ ആകട്ടെ, അതിനെന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ, അതിനത് പൊട്ടി, ഇപ്പൊ സ്വിങ്ങിന്റെ ഒക്കെ കാര്യമാണെങ്കിൽ എന്തെങ്കിലും ബലക്കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് സ്ലൈഡ് ഒക്കെ ആണെങ്കിൽ അഴുകുന്ന വശമൊക്കെ എന്താണ്, ചിലപ്പോൾ കോൺക്രീറ്റ് ആണല്ലോ, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അത് മാറ്റുക. അല്ലെങ്കിൽ അവിടെ കുട്ടികളെ ഇരുത്താനായിട്ട് പാടില്ല, പ്രത്യേകം അതെന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അത് കെട്ടി വലിച്ചു വെക്കുക. കുട്ടിയോ ഭാഗമാണെങ്കിൽ അത് കെട്ടി വലിച്ചു വെക്കുക, ഉടനെ തന്നെ മെക്കാനിക്കിനെ കൊണ്ടുവരിക, എന്നിട്ട് അത് റിപ്പയർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് വേസ്റ്റ് റിമൂവൽ ആൻഡ് റീസൈക്ലിംഗ്. വേസ്റ്റ് റിമൂവൽ ആൻഡ് റീസൈക്ലിംഗ്. വേസ്റ്റ് റിമൂവൽ ആൻഡ് റീസൈക്ലിംഗ് പ്രോപ്പർ ആയിട്ട് സ്കൂളുകളാണെങ്കിൽ എന്തായാലും കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ വേസ്റ്റ് അല്ലാതെ തന്നെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ ഉണ്ടാകും. അത് പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക. ഇനി റീസൈക്കിൾ ചെയ്യാനായിട്ട് ഉള്ള ഐറ്റംസ് ആണെങ്കിൽ അതിനെ റീസൈക്കിൾ ചെയ്ത് എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്,
ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില സ്കൂളുകളിൽ. ഓട് ഉപയോഗിച്ച്, അതായത് ഓട് വെഞ്ഞ സ്കൂളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും ചോർച്ചയും കാര്യങ്ങളും മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മഴവെള്ളം ഒന്ന് താഴേക്ക് വരാനും, അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ ഭിത്തിയില് വിണ്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ മഴക്കാലം ആവുമ്പോഴേക്കും എന്താണ് കുട്ടികളെ കൂടുതലായിട്ട് കുട്ടികൾക്ക് എന്താ പറയാ ഇത് കൊടുക്കുക, വാണിംഗ് കൊടുക്കുക, അധികം ആ സ്ഥലത്തിരിക്കാനും പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചില സ്കൂളുകൾ അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ എന്താ പറയാ പരിഹരിക്കുന്നതാണ്. ചില സ്കൂളുകൾ പെയിന്റ് ഒക്കെ അടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ, കുട്ടികളെ വരവേൽക്കുന്നതിന് മുമ്പായിട്ട്. അപ്പൊ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ഒരു പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓഫീസ് മെയിൻ്റനൻസ് ആണ്. ഓഫീസ് മെയിൻ്റനൻസിൽ എന്തൊക്കെ വരിക എന്ന് പറഞ്ഞേ നിങ്ങള്? ഓഫീസ് മെയിൻ്റനൻസിൽ നമുക്കധികം എഴുതാനൊന്നുമില്ല അതിനകത്ത്, ജസ്റ്റ് പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ. ഓഫീസ് മെയിൻ്റനൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പെടുക? ഓഫീസിലെ ഫയലുകളൊക്കെ അടുക്കി പെറുക്കി ഒരു ഇതാക്കി വെക്കോ? ഓഫീസിന്റെ ഫയലുകളൊക്കെ എന്ത് ചെയ്യുക? സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചു വെക്കുക അല്ലെ. ഓഫീസിന്റേതായിട്ടുള്ള കുറെ അധികം ഫയലുകളുണ്ട്. നമ്മൾ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഒരു യൂണിറ്റ് ഇതിന് ശേഷമാണ്, സ്കൂൾ മാനേജ്മെന്റിന് ശേഷമാണ് ഓഫീസ് മാനേജ്മെന്റ് നമ്മൾ പഠിക്കും. അപ്പോ ഓഫീസ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ട് ഓഫീസിലെ പ്രധാനപ്പെട്ട രജിസ്റ്ററുകൾ ഉണ്ട് അല്ലെ. അതായത് വിസിറ്റേഴ്സ് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കുട്ടികളുടേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അവരുടെ അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള രജിസ്റ്റർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ്റനൻസ്, ഇതൊക്കെ കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഓഫീസ് മെയിൻ്റനൻസ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്. എന്താണ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസിൽ വരുന്നത്? എങ്ങനെയാണ് ക്യാൻവാസ് ചെയ്യുന്നത് കുട്ടികളെ? നിങ്ങളാണെങ്കിൽ എങ്ങനെയാ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുക നിങ്ങളുടെ സ്കൂളിന് വേണ്ടിയിട്ട്? ഒന്ന് പറഞ്ഞേ, എങ്ങനെ നമ്മൾ കുട്ടികളെ ക്യാൻവാസ് ചെയ്യും? ഏതൊക്കെ മീഡിയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യാൻവാസ് ചെയ്യുക? വീടുകളിലേക്കൂടെ സർവേ നടത്താൻ പോകില്ലേ? ശരിയാണ് പറഞ്ഞത്, പറഞ്ഞോളൂ. വീടുകളിൽ സർവേ നടത്താൻ പോകും അല്ലെ. സർവേ നടത്തിയിട്ട് എന്ത് ചെയ്യും? ഏത് സമയത്താണ് ക്യാൻവാസ് ചെയ്യുന്നത് കുട്ടികളെ? അഡ്മിഷന്റെ സമയത്ത്. അഡ്മിഷന്റെ ടൈമിന്. അഡ്മിഷന്റെ സമയത്ത് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അഡ്മിഷൻ വെക്കേഷൻ സമയത്ത്. അതായത് ഒരു ഏപ്രിൽ ലാസ്റ്റ്, ഒരു മെയ് ആദ്യം തുടങ്ങി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ്, ആ ഒരു സമയത്തിനുള്ളിലാണ് എന്ത് ചെയ്യുക? ഈ ഒരു ക്യാൻവാസിങ് നടത്തുക അല്ലെ. ഓരോ വീട്, നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് വീട്ടിൽ വരും. അതായത് ആ സ്കൂളിലുള്ള ഒട്ടുമിക്ക ടീച്ചർമാരും ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ വരും. എന്നിട്ട് ഒരു ഭയങ്കര ചിരിയും ഭയങ്കര സന്തോഷമൊക്കെ ഇരിക്കും അല്ലെ അവർക്ക് വരുമ്പോൾ. അതായത് അന്ന് വരെ നമ്മൾ കണ്ട ടീച്ചർമാരായിരിക്കില്ല എന്താ പറയാ വന്ന് ഓരോ കാര്യങ്ങൾ ചിരിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലെ. നമ്മൾ ചിലപ്പോൾ ഭയങ്കര പേടിയോടെ കണ്ടിരിക്കുന്ന ടീച്ചർമാരായിരിക്കും. പക്ഷെ അവർ ഈ ക്യാൻവാസിങ്ങിന് വരുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടാ പെരുമാറുക, ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അങ്ങനെ. ഭയങ്കര സ്നേഹത്തോടും കാര്യങ്ങളും, അതായത് അവർക്ക് കുട്ടികളെ കിട്ടണം അല്ലെ. കുട്ടികളെ അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. പിടിക്കാന്ന് പറയാം, കുട്ടികളെ പിടിക്കാൻ വരിക എന്ന് പറയാം. അപ്പോ ഒരു 5-6 ടീച്ചർമാരുണ്ടാകും, ഒരു ഗ്രൂപ്പായിട്ട് വരും. എന്നിട്ട് അവരുടേതായിട്ട് അവർ പറയും ഇന്ന സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവരുടെ കൂടെ ഞാനും പോയിട്ടുണ്ട് സർവേക്ക്. പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പറയും അവര് ഇന്ന സ്കൂളിൽ നിന്നാണ് വരുന്നത്. എന്തൊക്കെയാണ് നമ്മള് പറയുന്നത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സ്കൂളിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ പറയും. ഞങ്ങളുടെ സ്കൂൾ ഇതാണ്, ഞങ്ങളുടെ സ്കൂൾ വലിയ സംഭവമാണ്, അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അങ്ങനെ പറയും അല്ലെ. പിന്നെ ഓഫർ ചെയ്യോ ബാഗോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വണ്ടി ഫ്രീ ആന്നൊക്കെ പറയും. വണ്ടി ഫ്രീ ആണ്. വണ്ടി ഫ്രീ ആണ്. വണ്ടി ഫ്രീ ആണെന്ന് പറയും. പിന്നെ ബാഗും കുടയും
എല്ലാം കിട്ടുമെന്ന് പറയും. ബസ്സിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. ഫുള്ള് പുകഴ്ത്തി ആ സ്കൂളിനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് സൂപ്പറായിട്ട് തന്നെ പറയും എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യങ്ങളും പറയും അല്ലേ? അപ്പൊ കുറച്ചു പേര് എന്ത് ചെയ്യും, കുറച്ച് കുട്ടികളെ അങ്ങോട്ട് ചേർക്കും അല്ലേ? അങ്ങനെ അവർക്ക് കുറച്ച് കുട്ടികളെ കിട്ടുന്നതായിരിക്കും. അതെ, കുറച്ച് കുട്ടികളെ കിട്ടും. വണ്ടി ഫ്രീ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബാഗ് ഉണ്ട്, കൊടയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചില സ്കൂളുകൾ മൊബൈൽ ഫോൺ വരെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ കൊറോണ ടൈമൊക്കെ ശേഷം ഓൺലൈനായിട്ട് കുട്ടികൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ആളുകളും ഓൺലൈനായിട്ട് തന്നെ പഠിക്കുന്നത്. അപ്പൊ ഓഫർ ചെയ്യുന്നതാണ്. കാരണം ഒരു മൊബൈല് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സ്കൂളുകളും ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ മൊബൈല് മാത്രമല്ല കേട്ടോ, സ്കൂൾ വണ്ടി ഫ്രീ ആണ്, അതുപോലെ തന്നെ ബാഗ് ഉണ്ട്, കുടയുണ്ട്, ടിഫിൻ ബോക്സ് ഉണ്ട്, യൂണിഫോം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. അതിന്റെ കൂടെ ഒരു മൊബൈൽ ഫോൺ കൂടി കിട്ടിയാല് വിശാലായ അല്ലേ? അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പാരന്റ്സ് എന്ത് ചെയ്യും? പിന്നെ ഒന്നും നോക്കണ്ടല്ലേ, പാരന്റ്സിന് വണ്ടിയുടെ ഫീസ് കൊടുക്കണ്ട, അതുപോലെ ബാഗ് മേടിക്കണ്ട, കുട മേടിക്കണ്ട, യൂണിഫോം തയ്ക്കണ്ട. ഇതൊക്കെ കേൾക്കുമ്പോ പാരന്റ്സ് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കുകയാണ് ചെയ്യുക. അപ്പോ ഈ ഒരു ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രചരണം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ എന്താ പറയാ, ഈ ഒരു ക്യാൻവാസിംഗ് നടത്തുന്നുണ്ടല്ലേ? അതായത് മികച്ച സ്കൂളിലെ നോട്ടീസും കാര്യങ്ങളൊക്കെ അച്ചടിച്ചിറക്കുന്നില്ലേ? അതായത് ഇതുപോലെ തന്നെ എന്താ പറയാ, ആക്ടിവിറ്റീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എല്ലാത്തിനും A+ എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കുന്നില്ലേ? ഇത്ര ശതമാനം വിജയം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല? അതൊക്കെ പ്രചരണങ്ങളാണ് അതൊക്കെ കേട്ടോ. അല്ലെങ്കിൽ അവർ ക്യാൻവാസിങ്ങിന്റെ ഭാഗമായിട്ട് അത് നമ്മള് സൈലന്റ് ആയിട്ട് നടത്തുന്നില്ല. സ്കൂളിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ പരിസരത്തോ അല്ലെങ്കിൽ മറ്റു പല ഏരിയകളിലൊക്കെ ഫ്ലെക്സുകളും മറ്റൊക്കെ സ്ഥാപിക്കുന്നതൊക്കെ ഈ ഒരു ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസിന്റെ ആ ഒരു ബേസിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ധാരാളം ആളുകൾ എന്ത് ചെയ്യും? അതായത് അങ്ങോട്ട് പോകാതെ അവർ ഇങ്ങോട്ട് വരും. നമ്മൾ അങ്ങോട്ട് പോയി അവരെ ക്യാൻവാസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവർ ഫ്ലെക്സ് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള സ്കൂൾ ഞങ്ങളുടേതാണ് എന്നുള്ളൊരു അവകാശവാദം അവർ വെച്ച് കഴിഞ്ഞാല്, അതായത് എല്ലാ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പാരന്റ്സും കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ടെൻഡൻസിയും കൂടെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഫേസ്ബുക്ക്, എല്ലാ സ്കൂളുകൾക്കും ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളുണ്ട്, ഇൻസ്റ്റഗ്രാം പേജുകളുണ്ട്. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്? അത് ക്യാൻവാസ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട്. മുമ്പ് ഇതില്ലായിരുന്നു. മുമ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് വന്ന് വീടുകളിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നു, ഓരോ കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി പറയുന്നു. അങ്ങനെയായിരുന്നു മുമ്പ്, മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ്. പക്ഷെ മൊബൈൽ ഫോൺ മാറിയതിനു ശേഷം, മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ധാരാളം മാറ്റങ്ങൾ നമ്മുടെ അക്കാദമിക് തലത്തിൽ നോക്കിയാൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിസിപ്ലിൻ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അച്ചടക്ക പരിപാലനം, അല്ലെങ്കിൽ സ്കൂളിന്റെ അച്ചടക്കം ഉണ്ട് അല്ലെ? രണ്ട് രീതിയിലുണ്ട്. കുട്ടികൾക്കും അവിടെ അച്ചടക്കം പാലിക്കണം, അതുപോലെ തന്നെ സ്കൂളിനും അതിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റാഫുകൾ, ടീച്ചേഴ്സ്, മറ്റ് സ്റ്റാഫുകളൊക്കെ എന്ത് വേണം? അച്ചടക്കം പാലിക്കണം അല്ലെ? അതായത് ഒരു നിശ്ചിത ക്രൈറ്റീരിയ ഉണ്ട് എല്ലാ സ്കൂളിനും. ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിന്റെയും ടൈം ഒരുമിച്ച് തന്നെയായിരിക്കും. ഒരു 10 മണി അല്ലെങ്കിൽ 9:30 ചില സ്കൂളുകളാണെങ്കിൽ CBSE സ്കൂളൊക്കെ ആണെങ്കിൽ നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റേറ്റ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു സമയം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് വരിക, സെക്കൻഡ് ബെൽ അടിക്കുന്നതിന് മുമ്പായിട്ട് ഗേറ്റ്, അതായത് കോമ്പൗണ്ടിൽ, സ്കൂൾ കോമ്പൗണ്ടിൽ കിടക്കുക. പിന്നീട് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് കിടക്കുന്നത് 4 മണിക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം എന്താ പറയാ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. സ്കൂളിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു സാറ് നിൽക്കുന്നുണ്ടാവും അല്ലെ, വടിയും പിടിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട്, അതായത് സ്റ്റാഫുകൾ വരേണ്ട ടൈം എപ്പോഴാണ്, അതുപോലെ തന്നെ ഏറ്റവും നേരത്തെ ആയിരിക്കും അവർ വരിക അല്ലെ? കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്, അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് ടീച്ചറിന്റെ തലയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഡിസിപ്ലിൻ മെയിൻ്റനൻസ് കേട്ടോ. പാർട്ടി ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവും സ്കൂളുകളിൽ. ഇപ്പോ ആനുവൽ ഡേ മീറ്റ് ഉണ്ടാവും, അല്ലാതെ PTA മീറ്റിംഗ് ഉണ്ടാകും. പിന്നെ എന്താ പറയാ, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രം മീറ്റിങ്ങുകളും കാര്യങ്ങളും ഉണ്ടാകും. പാരന്റ്സിനുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും ഉണ്ടാവും. പ്രോഗ്രസ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാന്നുള്ളത് സ്കൂളിന്റെ ഒരു എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് പാരന്റ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും മറ്റു ടീച്ചേഴ്സിനൊക്കെ അവയർനെസ് കൊടുക്കാനായിട്ട്
സാധിക്കും. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ, അതായത് ഒരു സ്കൂൾ ആകുമ്പോൾ അവിടെയുള്ള കുട്ടികളും അവിടെയുള്ള ടീച്ചേഴ്സും തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ എന്താ പറയാ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് എടുക്കും. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ കൂടി ഞാൻ ഒരു ബേസ് ആയിട്ട് പറഞ്ഞുതരാം. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ കാണുന്നത്, അല്ലെ? എന്താ പറയാ, തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയില് വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത് അദ്ദേഹം? ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? ഓർമ്മയില്ല? കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. ശ്രീനിവാസൻ പറയുന്നുണ്ട് ക്ലാസ് റൂം എന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം ഒരു ടീച്ചർ പറയുന്നു, ബാക്കിയുള്ളവർ കേട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് ഞാൻ തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, എന്നാലും ഞാൻ തന്നെയാണ് കുറെ നേരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതിനെയാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും ഒരു ക്ലാസ് റൂം വേണ്ടത് എങ്ങനെയാണ്? ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതായത് ടീച്ചർ പറയണം, ടീച്ചർ ഗൈഡ് ചെയ്യണം, കുട്ടികളാണ് അവിടെ കൂടുതലായിട്ട് സംസാരിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് എപ്പോഴും ക്ലാസ്സിൽ കയറുമ്പോൾ പറയാറില്ലേ, നിങ്ങൾ കൂടുതൽ സംസാരിക്കണം, നിങ്ങൾ കൂടുതൽ സംസാരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, ക്ലാസ് റൂം എന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ പാട്ടുകൾ പാടുന്നു, അല്ലെ? കവിതകൾ പാടുന്നുണ്ട്. പുള്ളി തട്ടിപ്പാണ്, അത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. എന്നാലും എന്താണ്, കുട്ടികൾ കൂടുതൽ അദ്ദേഹത്തോട് അട്രാക്ട് ആവുന്നില്ലേ? എല്ലാ കുട്ടികൾക്കും അയാളെ ഇഷ്ടമാണ്, അല്ലെ? അതുകൊണ്ടാണ് അതായത് കൂടുതലും പിള്ളേരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അദ്ദേഹം അങ്ങനെ ആയത്. അപ്പൊ ടു വേ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് ടീച്ചറും കുട്ടികളും തമ്മിൽ പരസ്പരം നല്ലൊരു ബന്ധം വളരുക. ഇപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ചായാലും കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വേണം. അതുപോലെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെ? കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളൊന്നും നമുക്ക് പാരന്റ്സിനെ അറിയിക്കാനായിട്ട് സാധിക്കില്ല. ആണ്ടിലൊരിക്കലും പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനോ വന്നു പോയാൽ മാത്രം അതൊരു കമ്മ്യൂണിക്കേഷൻ ആവണമെന്നില്ല, അല്ലെ? കൃത്യമായിട്ട് ഓരോ എക്സാമിനും അല്ലെങ്കിൽ ഓരോ എന്താ പറയാ, അവന്റെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവനെന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന് ക്ലാസ് റൂമിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പാരന്റ്സിനെ അറിയിക്കുക. അതായത് അവനെ ഒബ്സർവ് ചെയ്തിട്ട് ഓരോ മാസവും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓരോ കുട്ടികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമല്ലോ. ഓരോ മന്തിലും നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെവലപ്മെന്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് കുട്ടികളിൽ നിന്ന്. അപ്പൊ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവനെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പാരന്റ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ക്ലാസ് സ്കൂൾ മാനേജ്മെന്റും ടീച്ചേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, സ്കൂളിന്റെ മാനേജ്മെന്റ് വല്ലപ്പോഴും ഒരിക്കലായിരിക്കും, അതായത് മാനേജ്മെന്റ് ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കും സ്കൂളിൽ വരുന്നത്. അവര് മിക്കപ്പോഴും അതായത് പ്രിൻസിപ്പളോടായിരിക്കും കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. പ്രിൻസിപ്പൾ ആയിരിക്കും മറ്റു ടീച്ചേഴ്സിനോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നിന്ന് മാറി നേരിട്ട് അവരെന്ത് ചെയ്യാം, ടീച്ചേഴ്സുമായിട്ട് ഇടപെടി കഴിഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ടതെന്ന് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞു, സ്കൂളിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്? എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്? ഫിനാൻസ് എന്താണ് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്കൂളിനെ സംബന്ധിച്ച്? ഫീസ്, ഫീസ് വേണം, ഡൊണേഷൻ, ഡൊണേഷൻ, പിന്നെ കുട്ടികളെ ചേർന്ന് ഫസ്റ്റ് ഡൊണേഷൻ വാങ്ങിക്കും. ഡൊണേഷൻ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ എന്തായാലും ഫിനാൻസ് കൂടിയേ തീരും, അല്ലെ? ഏതൊരു സ്ഥാപനമാണെങ്കിലും അവർക്ക് PTA ഫണ്ട്, PTA ഫണ്ട്, ഫീസ്, ഡൊണേഷൻ, അങ്ങനെ പല പേരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോ
നമുക്ക് ബേസ് ആയിട്ട് കുറച്ച്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ, സ്കൂളിന്റെ കയ്യിൽ ബേസ് ആയിട്ട് കുറച്ച് പൈസ അല്ലെങ്കിൽ ഒരു ക്യാഷ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, കുട്ടികളെ പുറത്ത് മറ്റുള്ള കോമ്പറ്റീഷൻസിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു ഫിനാൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എപ്പോഴും അത് കാലിയാകാനായിട്ട് പാടുള്ളതല്ല. ഒരു നിശ്ചിത തുക നമ്മൾ നീക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള ആക്ടിവിറ്റീസിനാണെങ്കിലും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു സ്കൂളിന്റെ ഭാഗത്ത്, ഒരു കുട്ടിക്ക് ഒരു സഹായം വേണ്ടി വന്നു എന്ന് വിചാരിക്കാം, നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആ കുട്ടിയെ സഹായിക്കാനുള്ള ഒരു ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോ സ്കൂളായാലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ബേസിക് ആയിട്ടുള്ള ഒരു ക്യാപിറ്റല് അതിന് ഉണ്ടായിരിക്കണം എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോയിന്റ്. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇന്ന് എടുത്ത കാര്യങ്ങൾ അത്രയും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുക എന്തൊക്കെയാണ് വരുന്നതെന്ന്. ദെൻ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ആലോചിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു കേട്ടോ എല്ലാവർക്കും. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ, നാളെ കാണാം. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.